പ്രിയരെ, ന്യായാധിപന്മാർ 13, 14, 15, 16 അധ്യായങ്ങൾ അവസാന ന്യായാധിപനായ സാംസനെക്കുറിച്ചുള്ളതാണ്. പഠിക്കാൻ സൗകര്യത്തിനായി മുഴുവൻ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തി 2 ഭാഗങ്ങളായി വീഡിയോ ചെയ്യുകയാണ്. വളരെ ഹൃദയഭേദകമാണ് സാംസന്റെ കഥ. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് സാംസനെ കുറിച്ചുള്ള ആദ്യ ഭാഗമാണ്. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 25 വാക്യങ്ങൾ. 2. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിലെ ശീർഷകം എന്താണ്? സാംസന്റെ ജനനം. 3. ന്യായാധിപന്മാർ 13:1 പ്രകാരം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്തീയരുടെ കൈകളിൽ. 4. ന്യായാധിപന്മാർ 13:1 പ്രകാരം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീയരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? 40 വർഷത്തേക്ക്. 5. സോറായിൽ ദാൻ ഗോത്രക്കാരനായ ആരാണ് ഉണ്ടായിരുന്നത്? മനോവ എന്നൊരാൾ. 6. മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നത് എവിടെയാണ്? സോറായിൽ. 7. മനോവയുടെ ഗോത്രം ഏതാണ്? ദാൻ ഗോത്രം. 8. മക്കളില്ലായിരുന്ന മനോവയുടെ ഭാര്യ എങ്ങനെയുള്ളവളായിരുന്നു? വന്ധ്യയായിരുന്നു. 9. മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? കർത്താവിൻ്റെ ദൂതൻ. 10. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് എത്ര കാര്യങ്ങളാണ് മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? 10 കാര്യങ്ങൾ. 11. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് ആദ്യം പറഞ്ഞത് എന്താണ്? നീ വന്ധ്യയാണ്. 12. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് രണ്ടാമത് പറഞ്ഞത് എന്താണ്? നിനക്ക് മക്കളില്ല. 13. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് മൂന്നാമത് പറഞ്ഞത് എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 14. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് നാലാമത് പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് നീ സൂക്ഷിക്കണം. 15. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് അഞ്ചാമത് പറഞ്ഞത് എന്താണ്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. 16. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് ആറാമത് പറഞ്ഞത് എന്താണ്? അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. 17. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് ഏഴാമത് പറഞ്ഞത് എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 18. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് എട്ടാമത് പറഞ്ഞത് എന്താണ്? അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. 19. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് ഒൻപതാമത് പറഞ്ഞത് എന്താണ്? അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. 20. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് പത്താമത് പറഞ്ഞത് എന്താണ്? അവൻ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. 21. മനോവയുടെ ഭാര്യ വന്ധ്യയെന്നും മക്കളില്ലാത്തവളെന്നും ഒരു പുത്രനെ പ്രസവിക്കുമെന്നും പറഞ്ഞത് ആരാണ്? കർത്താവിൻ്റെ ദൂതൻ. 22. മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദൂതൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് അവളോട് പറഞ്ഞത്? മനോവയുടെ ഭാര്യയോട് സൂക്ഷിക്കണമെന്നും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുതെന്നും അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുതെന്നും കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു. 23. മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രന്റെ തലയിൽ എന്ത് തുടരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? ക്ഷൗരക്കത്തി. 24. മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ ജനനം മുതൽ എങ്ങനെയുള്ളവനായിരിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? കർത്താവിന് നാസീർ വ്രതക്കാരനായിരിക്കും. 25. ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുന്നത് ആരെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്?
മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രൻ. 26 മനോവയുടെ ഭാര്യയുടെ അടുത്തു വന്ന ദൈവപുരുഷനെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത്? 4 കാര്യങ്ങൾ. 27 മനോവയുടെ ഭാര്യയുടെ അടുത്തു വന്ന ദൈവപുരുഷനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. 28 മനോവയുടെ ഭാര്യയുടെ അടുത്ത് വന്ന ദൈവപുരുഷനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് രണ്ടാമത് പറഞ്ഞത് എന്താണ്? അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. 29 മനോവയുടെ ഭാര്യയുടെ അടുത്ത് വന്ന ദൈവപുരുഷനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് മൂന്നാമത് പറഞ്ഞത് എന്താണ്? എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. 30 മനോവയുടെ ഭാര്യയുടെ അടുത്ത് വന്ന ദൈവപുരുഷനെക്കുറിച്ച് തൻ്റെ ഭർത്താവിനോട് നാലാമത് പറഞ്ഞത് എന്താണ്? അവൻ പേര് പറഞ്ഞതുമില്ല. 31 ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്? ഒരു ദൈവപുരുഷൻ. 32 തൻ്റെ അടുത്ത് വന്ന ദൈവപുരുഷൻ്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ അവനോട് പറഞ്ഞത്? ദൈവപുരുഷൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നത്. 33 മനോവയുടെ ഭാര്യ ദൈവപുരുഷനോട് ചോദിക്കാത്തത് എന്താണ്? എവിടെ നിന്ന് വരുന്നു എന്ന്. 34 ദൈവപുരുഷൻ പറഞ്ഞതുമില്ല എന്ന് മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് എന്താണ്? ദൈവപുരുഷന്റെ പേര്. 35 ദൈവപുരുഷൻ എത്ര കാര്യങ്ങൾ മനോവയുടെ ഭാര്യയോട് പറഞ്ഞതായാണ് അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്? 4 കാര്യങ്ങൾ. 36 ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് ആദ്യം എന്തു പറഞ്ഞു എന്നാണ് തൻ്റെ ഭർത്താവിനോട് അവൾ പറഞ്ഞത്? മനോവയുടെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. 37 ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് രണ്ടാമത് എന്തു പറഞ്ഞുവെന്നാണ് അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്ന്. 38 ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് മൂന്നാമത് എന്തു പറഞ്ഞു എന്നാണ് അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്? അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. 39 ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് നാലാമത് എന്തു പറഞ്ഞുവെന്നാണ് അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്? ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കുമെന്ന്. 40 ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ കർത്താവിനോട് ആദ്യം പ്രാർത്ഥിച്ചത് ആരാണ്? മനോവ. 41 കർത്താവെ, അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആരാണ്? മനോവ. 42 ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കാൻ തങ്ങളുടെ അടുക്കൽ ആര് വീണ്ടും വരണമെന്നാണ് മനോവ പ്രാർത്ഥിച്ചത്? കർത്താവയച്ച ദൈവപുരുഷൻ. 43 എന്തിനു വേണ്ടി കർത്താവ് അയച്ച ദൈവപുരുഷൻ തങ്ങളുടെ അടുക്കൽ വീണ്ടും വരണമെന്ന് മനോവ പ്രാർത്ഥിച്ചത്? തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി മനോവയും ഭാര്യയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ. 44 ന്യായാധിപൻ 13:9 പ്രകാരം ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? മനോവയുടെ പ്രാർത്ഥന. 45 എവിടെയായിരിക്കുമ്പോഴാണ് മനോവയുടെ ഭാര്യയുടെ അടുത്ത് വീണ്ടും ദൈവദൂതൻ വന്നത്? വയലിൽ ആയിരിക്കുമ്പോൾ. 46 വയലിൽ ആയിരിക്കുമ്പോൾ മനോവയുടെ ഭാര്യയുടെ അടുത്ത് വീണ്ടും വന്നത് ആരാണ്? ദൈവദൂതൻ. 47 മനോവയുടെ ഭാര്യ വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും വന്നപ്പോൾ ആരാണ് അവളോട് കൂടെ ഉണ്ടായിരുന്നില്ലാത്തത്? ഭർത്താവായ മനോവ. 48 ദൈവദൂതൻ വീണ്ടും വന്നപ്പോൾ ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്? തൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ. 49 മനോവയുടെ ഭാര്യ തൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മനോവ എന്താണ് ചെയ്തത്? ഭാര്യയുടെ പിന്നാലെ ചെന്ന്
ദൈവദൂതനോട് സംസാരിച്ചു. 50 ന്യായാധിപൻ 13:11 മനോവ ദൈവദൂതനോട് ചോദിച്ച ചോദ്യമെന്താണ്? ഇവളോട് സംസാരിച്ചവൻ നീയോ? 51 ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന മനോവയുടെ ചോദ്യത്തിന് ഞാൻ തന്നെ എന്ന് മറുപടി പറഞ്ഞത് ആരാണ്? ദൈവദൂതൻ. 52 ന്യായാധിപന്മാർ 13:12 മനോവ എത്ര ചോദ്യങ്ങളാണ് ദൈവദൂതനോട് ചോദിച്ചത്? 2 ചോദ്യങ്ങൾ. 53 ന്യായാധിപന്മാർ 13:12 മനോവ ദൈവദൂതനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? 54 ന്യായാധിപന്മാർ 13:12 മനോവ ദൈവദൂതനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? അവൻ എന്താണ് ചെയ്യേണ്ടത്? 55 ദൈവദൂതൻ്റെ വാക്കുകൾ നിറവേറുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവദൂതനോട് മനോവ ചോദിച്ചത്? ബാലൻ്റെ ജീവിതചര്യ. 56 ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. ഇത് ആരോട് പറഞ്ഞതാണ്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട്. 57 മനോവയുടെ ഭാര്യ എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? മുന്തിരിയിൽ നിന്നുള്ളതൊന്നും. 58 മനോവയുടെ ഭാര്യ എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? വീഞ്ഞോ ലഹരി പദാർത്ഥമോ? 59 മനോവയുടെ ഭാര്യ എന്ത് തിന്നുകയുമരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? അശുദ്ധമായതൊന്നും. 60 മനോവയുടെ ഭാര്യ എന്ത് പാലിക്കണം എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? കർത്താവിൻ്റെ ദൂതൻ അവളോട് കൽപ്പിച്ചതൊക്കെ. 61 ഏതുവരെ നിൽക്കണമെന്നാണ് കർത്താവിൻ്റെ ദൂതനോട് മനോവ അപേക്ഷിച്ചത്? ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. 62 ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമെന്ന് അപേക്ഷിച്ച മനോവയോട് എന്ത് മറുപടിയാണ് കർത്താവിൻ്റെ ദൂതൻ ആദ്യം പറഞ്ഞത്? നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. 63 നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ഒരു ദഹനബലിയായി അർപ്പിക്കുക. ഇത് ആരോട് പറഞ്ഞതാണ്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട്. 64 മനോവ ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാനാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാൻ. 65 അവൻ അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. പൂരിപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ്. 66 കർത്താവിൻ്റെ ദൂതനോട് മനോവ പേര് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കാൻ. 67 പേര് ചോദിച്ച മനോവയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ നൽകിയ മറുപടി എന്താണ്? എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? 68 ആരുടെ പേരാണ് അത്ഭുതകരം എന്ന് ദൂതൻ പറഞ്ഞത്? കർത്താവിൻ്റെ ദൂതൻ്റെ. 69 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്തിനോടുകൂടെയാണ് കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത്? ധാന്യബലിയോടുകൂടെ. 70 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ ആർക്കാണ് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. 71 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ എവിടെ വെച്ചാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് അർപ്പിച്ചത്? പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. 72 ന്യായാധിപന്മാർ 13:19 കർത്താവിന് നൽകുന്ന വിശേഷണം എന്താണ്? അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ്. 73 ന്യായാധിപന്മാർ 13:20 പ്രകാരം ആകാശത്തിലേക്ക് ഉയർന്നത് എന്താണ്? ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല. 74 ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ആരാണ്? കർത്താവിൻ്റെ ദൂതൻ. 75 മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ എന്താണ് ചെയ്തത്? ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. 76 കർത്താവിൻ്റെ ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ നിലത്ത് കമഴ്ന്നു വീണത് ആരൊക്കെയാണ്? മനോവയും ഭാര്യയും.
77 കർത്താവിൻ്റെ ദൂതൻ പിന്നീട് പ്രത്യക്ഷപ്പെടാതിരുന്നത് ആർക്കൊക്കെയാണ്? മനോവയ്ക്കും ഭാര്യയ്ക്കും. 78 മനോവയ്ക്ക് തന്നോട് സംസാരിച്ചത് കർത്താവിൻ്റെ ദൂതനാണെന്ന് വ്യക്തമായത് എപ്പോഴാണ്? കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ. 79 ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് വ്യക്തമായത് ആർക്കാണ്? മനോവയ്ക്ക്. 80 മനോവ ആദ്യമായി ഭാര്യയോട് പറഞ്ഞത് എന്താണ്? ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. 81 എന്തുകൊണ്ട് നാം തീർച്ചയായും മരിക്കുമെന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത്? ദൈവത്തെ കണ്ടതുകൊണ്ട്. 82 നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? ധാന്യബലിയും ദഹനബലിയും. 83 നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്? കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. 84 മനോവയുടെ ഭാര്യ പ്രസവിച്ച പുത്രന് നൽകിയ പേരെന്തായിരുന്നു? സാംസൺ. 85 സാംസൺ വളർന്നപ്പോൾ അനുഗ്രഹിച്ചതാരാണ്? കർത്താവ്. 86 സോറായ്ക്കും എഷ്താവേലിനും മധ്യേയുള്ള സ്ഥലമേതാണ്? മഹനേദാൻ. 87 മഹനേദാൻ എവിടെയാണ്? സോറായ്ക്കും എഷ്താവേലിനും മധ്യേ. 88 കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ചാണ്? മഹനേദാനിൽ വെച്ച്. 89 മഹനേദാനിൽ വെച്ച് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ്. 90 ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 4 ചോദ്യങ്ങൾ. 91 ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ മനോവ എന്ന പദം എത്ര പ്രാവശ്യം കാണുന്നു? 14 പ്രാവശ്യം. 92 കർത്താവിൻ്റെ ദൂതൻ എന്നത് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? 8 പ്രാവശ്യം. 93 ദൈവപുരുഷൻ എന്നത് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? 2 പ്രാവശ്യം. 94 ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ ദൈവദൂതൻ എന്ന പദം എത്ര പ്രാവശ്യം കാണുന്നു? 2 പ്രാവശ്യം. 95 നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നത് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? വാക്യങ്ങളേവ? 3 പ്രാവശ്യം. ന്യായാധിപന്മാർ 13:3, 13:5, 13:7 എന്നീ വാക്യങ്ങളിൽ. 96 ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് ഇങ്ങനെ എത്ര തവണ കാണുന്നു? വാക്യങ്ങൾ ഏതെല്ലാം? 2 തവണ. ന്യായാധിപന്മാർ 13:4, 13:7 എന്നീ വാക്യങ്ങളിൽ. 97 അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത് ഇങ്ങനെ ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? വാക്യങ്ങളേവ? 2 പ്രാവശ്യം. 13:4, 13:7 എന്നീ വാക്യങ്ങളിൽ. 98 ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ഇങ്ങനെ ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര തവണ കാണുന്നു? വാക്യങ്ങളേവ? 2 തവണ. ന്യായാധിപന്മാർ 13:5, 13:7 എന്നീ വാക്യങ്ങളിൽ. 99 ന്യായാധിപന്മാർ 13:3 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 100 ന്യായാധിപന്മാർ 13:5 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? സംഖ്യ 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 101 ന്യായാധിപന്മാർ 13:18 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? ഉൽപ്പത്തി 32-ാം അധ്യായം 29-ാം വാക്യം. 102 ന്യായാധിപന്മാർ 13:24 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 80-ാം വാക്യം. 103 കർത്താവിൻ്റെ ദൂതൻ എന്നതിന് സമാനമായ ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിലെ മറ്റ് പദങ്ങളേവ? ദൈവപുരുഷൻ, ദൈവദൂതൻ,
ദൂതൻ. 104. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 20 വാക്യങ്ങൾ. 105. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? സാംസന്റെ വിവാഹം. 106. തിമ്നായിലേക്ക് പോയ സാംസൺ അവിടെ വച്ച് കണ്ടത് ആരെയാണ്? ഒരു ഫിലിസ്ത്യ യുവതിയെ. 107. സാംസൺ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടത് എവിടെ വച്ചാണ്? തിമ്നായിൽ വെച്ച്. 108. തിമ്നായിൽ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടിയ വിവരം സാംസൺ പറഞ്ഞത് ആരോടാണ്? തൻ്റെ മാതാപിതാക്കന്മാരോട്. 109. ആരെ വിവാഹം ചെയ്തു തരണമെന്നാണ് സാംസൺ തൻ്റെ മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെട്ടത്? തിമ്നായിൽ കണ്ടുമുട്ടിയ ഫിലിസ്ത്യ യുവതിയെ. 110. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ ആരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് സാംസന്റെ മാതാപിതാക്കന്മാർ സാംസനോട് ചോദിച്ചത്. അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ. 111. ആരുടെ ഇടയിൽ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് സാംസന്റെ മാതാപിതാക്കൾ ചോദിച്ചത്. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ. 112. ഫിലിസ്ത്യർ എങ്ങനെയുള്ള ജനതയെന്നാണ് സാംസന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞത്? അപരിച്ഛേദിതരായ ജനത. 113. അവളെ എനിക്ക് തരിക, അവളെ എനിക്കിഷ്ടപ്പെട്ടു. ഇത് ആരെക്കുറിച്ചാണ് സാംസൺ മാതാപിതാക്കളോട് പറഞ്ഞത്? തിമ്നായിൽ കണ്ട ഫിലിസ്ത്യ യുവതിയെക്കുറിച്ച്. 114. എന്താണ് കർത്താവിൻ്റെ ഹിതമാണെന്ന് സാംസന്റെ മാതാപിതാക്കൾ മനസ്സിലാക്കാത്തത്? സാംസൺ ഫിലിസ്ത്യ യുവതിയെ വിവാഹം ചെയ്യുന്നത്. 115. ഫിലിസ്ത്യർക്കെതിരായി ഒരു അവസരം പാർത്തിരുന്നത് ആരാണ്? കർത്താവ്. 116. ന്യായാധിപന്മാർ 14:4 പ്രകാരം കർത്താവ് ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നത് ആർക്കെതിരെയാണ്? ഫിലിസ്ത്യർക്കെതിരായി. 117. അക്കാലത്ത് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ്? ഫിലിസ്ത്യർ. 118. ആരോടുകൂടെയാണ് സാംസൺ രണ്ടാമത് തിമ്നായിലേക്ക് പോയത്? മാതാപിതാക്കന്മാരോടുകൂടെ. 119. മാതാപിതാക്കന്മാരോടുകൂടെ സാംസൺ പോയത് എവിടേക്കാണ്? തിമ്നായിലേക്ക്. 120. എത്രാം പ്രാവശ്യമാണ് സാംസൺ മാതാപിതാക്കളോടുകൂടെ തിമ്നായിലേക്ക് പോയത്? 2-ാം പ്രാവശ്യം. 121. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിൽ സാംസണും മാതാപിതാക്കന്മാരും എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നു. 122. തിമ്നായിലേക്ക് സാംസണും മാതാപിതാക്കളും പോകുമ്പോൾ എവിടെ എത്തിയപ്പോഴാണ് സാംസന്റെ നേരെ ഒരു സിംഹക്കുട്ടി ചാടി വീണത്? തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ. 123. ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നപ്പോൾ സാംസണിൽ ആവസിച്ചത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ്. 124. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ സിംഹത്തെ എന്താണ് ചെയ്തത്? ചീന്തിക്കളഞ്ഞു. 125. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ സിംഹത്തെ എന്തു കൂടാതെയാണ് ചീന്തിക്കളഞ്ഞത്? ആയുധം കൂടാതെ. 126. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ സിംഹത്തെ എന്തുപോലെയാണ് ചീന്തിക്കളഞ്ഞത്? ആട്ടിൻകുട്ടിയെപ്പോലെ. 127. സാംസന് നേരെ അലറി വന്ന സിംഹത്തെ ചീന്തിക്കളഞ്ഞ വിവരം സാംസൺ അറിയിക്കാത്തത് ആരെയാണ്? തൻ്റെ മാതാപിതാക്കന്മാരെ. 128. തിമ്നായിൽ വെച്ച് സാംസൺ സംസാരിച്ചത് ആരോടാണ്? ഫിലിസ്ത്യ സ്ത്രീയോട്. 129. തിമ്നായിൽ വെച്ച് സംസാരിച്ചപ്പോൾ സാംസന് ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഫിലിസ്ത്യ സ്ത്രീയെ. 130. എന്തിനാണ് സാംസൺ മൂന്നാമത് തിമ്നായിൽ വന്നത്? സാംസൺ ഇഷ്ടപ്പെട്ട ഫിലിസ്ത്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകാൻ. 131. സാംസൺ ഇഷ്ടപ്പെട്ട ഫിലിസ്ത്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകാൻ സാംസൺ തിമ്നായിൽ വന്നത് എപ്പോഴാണ്? കുറച്ചു നാൾ കഴിഞ്ഞ്. 132. മൂന്നാമത് തിമ്നായിലേക്ക് വന്നപ്പോൾ
വഴിമധ്യേ എന്ത് കാണാനാണ് സാംസൺ തിരിഞ്ഞത്? സാംസൺ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ. 133. താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ശരീരത്തിൽ എന്താണ് സാംസൺ കണ്ടത്? തേൻകൂട്. 134. താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ശരീരത്തിൽ തേൻകൂട് കണ്ട സാംസൺ എന്താണ് ചെയ്തത്? തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചു. 135. താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ ആരുടെ അടുത്താണ് എത്തിയത്? തൻ്റെ മാതാപിതാക്കളുടെ. 136. താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിൻ്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ച ശേഷം സാംസൺ വേറെ ആർക്കാണ് നൽകിയത്? തൻ്റെ മാതാപിതാക്കൾക്ക്. 137. എന്താണ് സാംസൺ തൻ്റെ മാതാപിതാക്കളോട് പറയാതിരുന്നത്? ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന്. 138. ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് സാംസൺ പറയാതിരുന്നത് ആരോടാണ്? തൻ്റെ മാതാപിതാക്കളോട്. 139. തേൻ ഭക്ഷിച്ച് സാംസന്റെ പിതാവ് എവിടേക്കാണ് പോയത്? ഫിലിസ്ത്യ യുവതിയുടെ വീട്ടിലേക്ക്. 140. ഫിലിസ്ത്യ യുവതിയുടെ വീട്ടിലെത്തിയ സാംസൺ എന്താണ് അവിടെ ചെയ്തത്? ഒരു വിരുന്ന് നടത്തി. 141. വിവാഹിതരാകുന്ന യുവാക്കന്മാർ തിമ്നായിൽ എന്ത് ചെയ്യുകയാണ് പതിവായിരുന്നത്? ഭാര്യ വീട്ടിൽ വിരുന്ന് നടത്തുക പതിവായിരുന്നു. 142. സാംസനെ കണ്ടപ്പോൾ തിമ്നായിലുള്ളവർ അവന് ആരെയാണ് കൊടുത്തത്? 30 പേരെ തോഴരായി കൊടുത്തു. 143. തിമ്നായിൽ ഫിലിസ്ത്യ യുവതിയുടെ വീട്ടിൽ സാംസന് ലഭിച്ച തോഴരോട് സാംസൺ എന്താണ് പറയാമെന്ന് പറഞ്ഞത്? ഒരു കടങ്കഥ. 144. സാംസന്റെ കടങ്കഥയ്ക്ക് എപ്പോൾ ഉത്തരം പറഞ്ഞാൽ തോഴർക്ക് സമ്മാനം നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത്? വിരുന്നിൻ്റെ 7 ദിവസത്തിനകം. 145. സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാൽ തോഴർക്ക് എന്ത് നൽകാമെന്നാണ് സാംസൺ പറഞ്ഞത്? ഓരോരുത്തർക്കും ഓരോ ചണവസ്ത്രവും ഓരോ വിശേഷ വസ്ത്രവും. 146. കടങ്കഥയ്ക്ക് വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് എന്ത് നൽകണമെന്നാണ് സാംസൺ പറഞ്ഞത്? 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 147. സാംസനോട് കടങ്കഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? സാംസന്റെ തോഴർ. 148. സാംസൺ കടങ്കഥ പറഞ്ഞത് ആരോടാണ്? തൻ്റെ 30 തോഴന്മാരോട്. 149. സാംസൺ പറഞ്ഞ കടങ്കഥ എന്തായിരുന്നു? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 150. സാംസന്റെ കടങ്കഥയിൽ ഭോജനം പുറപ്പെട്ടത് ആരിൽ നിന്നാണ്? ഭോക്താവിൽ നിന്ന്. 151. സാംസന്റെ കടങ്കഥയിൽ മല്ലനിൽ നിന്ന് പുറപ്പെട്ടത് എന്താണ്? മാധുര്യം. 152. 3 ദിവസമായിട്ടും എന്താണ് സാംസന്റെ തോഴർക്ക് പിടികിട്ടാത്തത്? കടങ്കഥയുടെ പൊരുൾ. 153. 4-ാം ദിവസം സാംസന്റെ ഭാര്യയോട് തോഴർ ആവശ്യപ്പെട്ടത് എന്താണ്? ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് തോഴരോട് പറയാൻ. 154. കടങ്കഥയുടെ പൊരുളറിഞ്ഞ് തോഴരോട് പറഞ്ഞില്ലെങ്കിൽ സാംസന്റെ ഭാര്യയ്ക്ക് എന്ത് ശിക്ഷ നൽകുമെന്നാണ് സാംസന്റെ തോഴർ പറഞ്ഞത്? കുടുംബത്തോടെ ചുട്ടരിക്കുമെന്ന്. 155. എന്തിന് ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് സാംസന്റെ ഭാര്യയോട് തോഴർ ചോദിച്ചത്? ദരിദ്രരാക്കാനാണോ എന്ന്. 156. തോഴർ പറഞ്ഞത് കേട്ട സാംസന്റെ ഭാര്യ സാംസന് അവളോട് വെറുപ്പാണെന്നും അവൻ അവളെ സ്നേഹിക്കുന്നില്ലെന്നും പറഞ്ഞത് എങ്ങനെയാണ്? സാംസന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട്. 157. തൻ്റെ ആളുകളോട് സാംസൺ എന്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? ഒരു കടങ്കഥ. 158. തൻ്റെ ആളുകളോട് സാംസൺ പറഞ്ഞ എന്ത് തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? കടങ്കഥ എന്തെന്ന്. 159.
എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ അത് നിന്നോട് പറയുമോ? എന്തിനെക്കുറിച്ചാണ് സാംസൺ ഇത് ഭാര്യയോട് പറഞ്ഞത്? കടങ്കഥയെക്കുറിച്ച്. 160. കടങ്കഥ എന്തെന്ന് ആരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല എന്നാണ് സാംസൺ ഭാര്യയോട് പറഞ്ഞത്, തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും. 161. കടങ്കഥയുടെ പൊരുളറിയാൻ സാംസന്റെ ഭാര്യ അവനോട് എത്രാം ദിവസം വരെയാണ് കേള് ചോദിച്ചത്? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. 162. എന്തുകൊണ്ടാണ് കടങ്കഥയുടെ പൊരുൾ ഭാര്യയ്ക്ക് സാംസൺ വെളിപ്പെടുത്തിയത്? സാംസന്റെ ഭാര്യയുടെ നിർബന്ധം മൂലം. 163. സാംസണിൽ നിന്ന് കടങ്കഥയുടെ പൊരുളറിഞ്ഞ സാംസന്റെ ഭാര്യ അത് ആരോടാണ് പറഞ്ഞത്? തൻ്റെ ആളുകളോട്. 164. സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞത് ആരാണ്? പട്ടണവാസികൾ. 165. പട്ടണവാസികൾ സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞത് എപ്പോഴാണ്? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ്. 166. സാംസന്റെ കടങ്കഥയുടെ സാരമായി പട്ടണവാസികൾ പറഞ്ഞത് എന്താണ്? തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? 167. തൻ്റെ എന്തിനെക്കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം പട്ടണവാസികൾ മനസ്സിലാക്കില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്. പശുക്കിടാവിനെക്കൊണ്ട്. 168. സാംസൺ തൻ്റെ ഭാര്യയെ ന്യായാധിപന്മാർ 14:18 വിശേഷിപ്പിച്ചത് എന്തായിട്ടാണ്? പശുക്കിടാവായി. 169. സാംസന്റെ കടങ്കഥയുടെ സാരം പട്ടണവാസികൾ പറഞ്ഞപ്പോൾ സാംസന്റെ മേൽ ശക്തിയോടെ വന്നത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ്. 170. സാംസൺ അഷ്കലോണിലെ പട്ടണത്തിൽ എത്ര പേരെയാണ് കൊന്ന് കൊള്ളയടിച്ചത്? 30 പേരെ. 171. ഏത് പട്ടണത്തിലുള്ള 30 പേരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ നൽകിയത്? അഷ്കലോണിലെ പട്ടണത്തിൽ. 172. എങ്ങനെയാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച്. 173. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്ത ശേഷം സാംസൺ എവിടേക്കാണ് പോയത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 174. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്ത ശേഷം സാംസൺ എങ്ങനെയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത്? കോപാക്രാന്തനായി. 175. സാംസൺ കോപാക്രാന്തനായി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പോയപ്പോൾ സാംസന്റെ ഭാര്യ എന്താണ് ചെയ്തത്? സാംസന്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. 176. ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 5 ചോദ്യങ്ങൾ.